ജോലിന്ന് യുകെന്ന് ജോലിന്ന് ഉണ്ടാക്കുന്ന പൈസ അതിന്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. വലിയ അതിനെക്കാട്ടി കൂടുതൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ പട്ടിപ്പണി എടുത്തിട്ട് വന്നിട്ട് അതിൽ എനിക്ക് അതിലൊരു 80% യുകെ തന്നെ തീർന്നു. 20% എൻ്റെ കൈ കാണുള്ളൂ. അത് വേറെ കാര്യം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പട്ടിപ്പണി എടുത്തോണ്ട് വന്നിട്ട് ആ പട്ടിപ്പണി കിട്ടുന്ന പൈസ അതിൻ്റെ 80% ഇവിടെ തീർന്നു പോകുമ്പോൾ ഉള്ള നിങ്ങളൊരു മൈൻഡ് ഫക്കാവുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ സീനില്ല. നമുക്ക് സന്തോഷം ഗെയിം കളിച്ച് സന്തോഷിച്ച് ലൈവ് ഇടുന്നു. അതിലൊരു 80% ഇവിടെ പോകുന്നതിൽ എനിക്ക് അതേപോലെ അത്രയും വിഷമം അങ്ങനെ അതൊന്നുമില്ല. മനസ്സിലായ? ഒരു സന്തോഷമുണ്ട് ലൈഫിൽ. മനസ്സിലായ? എല്ലാവർക്കും എല്ലാം അറിയാടാ. അണ്ണുണ്ട് ഞാൻ നിൽക്കുന്നിടം നോക്കി. എന്നിട്ട് ഇവിടെ എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഇത് ചെയ്തിരുന്നാലോ? നീ കുറ്റം പറയാത്തൊരു മാപ്പ് അതുപോലെ കൈ പിടിച്ച ഇങ്ങനെ പറഞ്ഞു കൊടുത്തേ. ഏതാ ജോണി മാമ ഇതിന് കിട്ടുന്നത്? പറയല്ലേ ആൾക്കാർ വിചാരിക്കും. ഇത് സെയിം ആയിട്ടുള്ള പറയുള്ളൂ. കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിക്കൂലേ? സെയിം ആയിട്ടുള്ളവർ ഇരിക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും ഈ പരിസരം നിന്നാലേ ജോണി മാമനൊക്കെ നിൽക്കുന്ന പരിസരം ആണല്ലേ? അത് കണ്ടുപിടിക്കും കേട്ടോ. പിന്നെ ഇത് വേറെ കളറാണ് വരുന്നേ. സൂപ്പർ. ഏതാ ജോണി മാമ? ജോണി മാമ പറ്റൂലേ? ഞാൻ ആദ്യം വന്ന് പോട്ടെ. അല്ല കോപ്പല ജോണി മാമ ഇരുന്നോ? ഇല്ല ഞാൻ പോയി ജോണി മാമ അങ്ങനെ പറയല്ലേ. ഇല്ല ഞാൻ കാണിക്കോ ഇതെന്ത് ഇത്? സമയം കൊണ്ട് തീർക്കണല്ലോ. ബ്രാവോ വന്നൊരു മിനിറ്റ്. എടാ പറയടാ. എല്ലാം കേക്കാവേ. സെക്യൂരിറ്റിനെ കാണാനില്ലെന്നു. ഒരു മിനിറ്റ് ഞാൻ താഴോട്ട് വരാം. ഒരു മിനിറ്റ്. ഇത് എന്നെ പൊക്കും കേട്ടോ. ഇത് ഇവിടെ നിക്കട്ടെ. ഇത് എവിടെ നിന്നാലും എന്നെ പൊക്കും. നല്ല സ്ഥലമൊന്നും ഇല്ലല്ലോ ഇവിടെ ഒളിക്കാൻ. ഇതെന്തു? ആദ്യം ഞാൻ ഈ കളർ ഒഴിക്കണമായിരുന്നു. ചേടാ ഇവിടെ ഇരിക്കാനാണോ? നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്നേ? അല്ലടാ എനിക്ക് സമയമില്ല. ബ്രാവോടത്തോടെ വെയിറ്റ് ചെയ്യുന്നു. കൂടുതലാണോ? ബ്ലെൻഡിന്റെ കേട്ടോ ഏറെക്കുറെ എനിക്ക് പെട്ടെന്ന് പെയിന്റ് അടിച്ചിട്ട് പോണം. ഞാൻ നിൽക്കുന്ന പോലെ നിൽക്കാവോ? ഞാൻ നിൽക്കുന്ന പോലെ എന്നെ നോക്ക്. കുനിഞ്ഞിരിക്കുന്ന സ്കീം അത് ചെയ്യാവോ? കുനിയാ നോക്ക് എന്നെ നോക്കി. പൊക്കിയോ? ഞാൻ ഇപ്പൊ ടെൻഷൻ ആയിട്ടിരിക്കും. ഇല്ല ആരടിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നത് നീ? നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും. ഞാൻ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും. നീ എങ്ങനെ നിൽക്കാം? ഒറ്റ മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നേരെ താഴെ എന്നാ കുനിഞ്ഞിരിക്കുന്ന കണ്ടില്ല ഞാൻ? കുനിഞ്ഞിരിക്കുന്നേതാ? ഞാൻ നിനക്ക് നീനെ ടെൻഷൻ ആക്കല്ലേ? എന്റെ വര തെറ്റും. ഇത് നീങ്ങനെ തൂക്കും. അത് ഉറപ്പാണ്. അവൻ കളി ചെന്റേതായിരുന്നു. നീ എങ്ങനെ ഇരിക്കണേ? കാണിച്ച ബ്രാവോ താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നടാ. തൊട്ട് താഴെ ഉണ്ടായിരുന്നു ഞാൻ. എങ്ങനെയാണ് ഇരിക്കണേ? ഇങ്ങനെയാണോ? അല്ലല്ല അതല്ല കുഴപ്പമില്ല. അവിടെ ഇരുന്നോ കുഴപ്പമില്ല. വിഷയല്ലേ? നിന്നെ കാണിച്ചടാ. പോടാ. ഇതേപോലെ അപ്പുറത്ത് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല. അപ്പുറത്ത് കുഴിഞ്ഞിരി നീങ്ങ. എന്റെ നീ എന്നെ ഊമ്പിച്ചവരാ. നീ ചാകണം എന്റെ കൂടെ. എന്താ ഇത്? നമ്മളെന്താ ഇങ്ങനെ നിക്കുന്നേ? നീ കുരിഞ്ഞിരിക്കുന്നു. ഞാൻ സ്റ്റാർ വരയ്ക്കാനാ ഉദ്ദേശിച്ചത്.
ജോണി പാപ്പ അതെന്തൊരൈറ്റാ അതിന്റെ കുണ്ടിക്ക് പെയിന്റ് അടിക്കടാ. ഞാൻ അടിച്ചത് നീങ്ങനാണ് അടിക്കാനുള്ള അടി നമ്മളെ രണ്ടുപേരും പിടിച്ച് നന്നായി ഇല്ല നീ എന്നെ എന്തിനാ ടെൻഷൻ ആക്കുന്നേ? ഞാൻ അവിടെ വരച്ചോണ്ടിരിക്കുവല്ലേ മേളില്. അവിടെ കുനിഞ്ഞിരിക്കാനല്ലേ എടാ നീലേ അങ്ങനെ നടക്കട്ടെ. കൊള്ളടാ നീലേ, ഇത് കൊള്ളടാ നീലേ, ഇത് കൊള്ളടാ. അവൻ എവിടെ ഇരിക്കണേ നോക്കട്ടെ. ഇതെന്താ മാറ്റണ ഇത്? അതെ ഞാൻ ഇമാരവിടെ ഇവിടെ ഉണ്ടാ മാറ്റണ ഇത് എന്താ മാറ്റണ ഇത്? ഇല്ല അതല്ല ഞാനൊരു സ്റ്റാർ വരയ്ക്കാൻ നോക്കിയതാ. ജോണി മാമ സെറ്റ്. ജോണി മാമ ജോണി മാമ പറയുന്നത് ഇത് വിഷയം. അത് പിന്നെ ജോക്കി ചത്താ എന്നെയും കൂടി വിളിക്കായിരുന്നു. അവൻ എവിടെ ഇരിക്കുന്നു? എടാ തല അലക്സ് തലയടാ അലക്സ് തല. സ്ട്രേഞ്ചർ തിങ്സ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നിങ്ങൾ ഗൈസ് ഇപ്പളാ കണ്ടേ മറ്റേ ഫോൺ കാൾ എന്ന്. എന്തൊരു ഫോൺ കോൾ വേറെ ആരും ഇല്ല. ഞാൻ ചോദിക്കാൻ വന്നതേ, നിങ്ങൾ ഫ്രം എന്ന് പറഞ്ഞ സീരീസ് കണ്ടോണ്ടാ? ഫ്രം കണ്ണ എന്റെ ഇത് കണ്ടടാ കണ്ണ, എന്റെ സൂപ്പർ ഇതല്ലേ കണ്ടാ? ഫുൾ കണ്ടാ? ഇപ്പൊ പറഞ്ഞ സീസൺ 4 എല്ലാം കണ്ടാ? ഇനി സീസൺ 5 വേണ്ടി കാത്തിരിക്കണോ? വിസിലടിക്കുന്നില്ല. വിസിറ്റ് തന്നെ അടിക്കുമല്ലോ. കൊണ്ടുപോയി എന്റെ ജോണി വിസിലടിക്കണേ. എന്താടാ ആരും വിസിലടിക്കാത്ത? ജൂഡിനൊന്ന് വെക്കിയത് കോടിയാ. ചൂട് ജൂഡിന് അങ്ങനെ ഒരു 10ഓളം വെച്ച് ഞാനിപ്പഴും വരച്ചോണ്ടിരിക്കുകയാണ് അവന്റെ മുമ്പിൽ നിന്ന്. അത് എങ്ങനെയാടാ കൊണ്ട് നിർത്തിയേക്കുന്നത്? എനിക്കാണെങ്കിൽ ഇത് കണ്ട് തീർത്തോളാൻ വയ്യ. എന്തിനാണ് അവസ്ഥ എന്നുള്ളത് സത്യം പറയല്ലേ. ഇതാണെങ്കിൽ ഒരു ഗെയിമാണോ? ഇതൊക്കെയാണ് എനിക്കിപ്പോ ചിന്തയിൽ ഇങ്ങനെ വരുന്നത്. അങ്ങ് കൊണ്ട് നിർത്തിക്കളഞ്ഞ പാട്ടികള്. ഇനി സീസൺ 5 വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ? എടാ എനിക്ക് സീസൺ 4 നിങ്ങൾക്ക് ഷോ കേട്ടോ തോന്നിയേ, പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സീസൺ 4. വലിയ പേടിപ്പിക്കാനുള്ള വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും കുറച്ച് ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ട്വിസ്റ്റുകളുണ്ടായിരുന്നു, കുറെ ട്വിസ്റ്റുകൾ മനസ്സിലായോ? സീസണിൽ ഉണ്ടെന്നാ ലൂപ്പ് ആവണ്, ബട്ട് ആ തവണ സൈക്കിൾ ബ്രേക്ക് ചെയ്യുമെന്നാ. ഇത്തവണ അവള് മറ്റേ പയ്യൻ വന്നിട്ട് പറയല്ലോ ഇത്തവണ നിങ്ങൾ തോക്കുമെന്ന് തോന്നുന്നൊക്കെ പറയുന്നുണ്ടല്ലോ ലാസ്റ്റ്. അയ്യോ ഞാൻ കാണാത്തവര് ഇല്ലെങ്കിൽ ഞാൻ ഇത് പറയത്തില്ല, ഇനി സ്പോയിലർ പറയത്തില്ല. നിങ്ങളെ കാണത്തില്ല. മുട്ട ലാഗോടെ ലാഗാ എനിക്ക്, പക്ഷെ ലാഗ് തോന്നിയില്ല. ഇത് ഞാൻ കുറെ ഇതിൽ കണ്ടു, ഓൺലൈനിലൊക്കെ കണ്ടു ഇങ്ങനെ ലാഗ് ആണെന്നൊക്കെ പറയുന്ന കേട്ടോ. പക്ഷെ എനിക്ക് എന്താ എനിക്ക് ലാഗായിട്ട് തോന്നിയില്ല. പക്ഷെ ഞാൻ മറ്റേ കൊച്ചു പുണ്ടായിട്ടല്ലേ മറ്റേ നമ്മുടെ മറ്റേ അവളെ മോൻ അവന്റെ ഓരോ ഡയലോഗ് വരുമ്പോ ഞാൻ അടിച്ചളയും. അല്ലേ ഈതന്റെ അവൻ കുറച്ച് ലാഗ് അടിപ്പിക്കും ഒരു ഡയലോഗ് പറഞ്ഞിട്ട്. അത് അവര് ഞാൻ കുറച്ച് അടിച്ചളയും. പക്ഷെ ഗൈസ് കാണാത്തവരുണ്ടെങ്കിൽ ഫ്രം ഒന്ന് കണ്ടോക്ക്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും മണി ഹെയ്സ്റ്റ് ഒക്കെ അതേപോലെ ഇരുന്ന് കണ്ട ഒരു സീരീസ് തൊട്ടാക്കി ഞാൻ ഇതാണ് എന്തുവാ ഫ്രം. ബാക്കിയൊക്കെ മിക്ക സീരീസ് ഞാൻ പാതി വെച്ച് നിർത്തിപ്പോണതാണ്. തീം എന്താന്നാ തീമൊന്നും പറയുന്നില്ല, ഒരു ഹൊറർ ടൈപ്പാണ് മനസ്സിലായ.
പക്ഷേ കാണണം. ലോസ്റ്റ് കണ്ടിട്ടുണ്ടാ? ലോസ്റ്റ് ഞാൻ എത്ര എപ്പിസോഡ് കണ്ടു? വാറ്റണ്ണ വാറ്റണ്ണ ബഗ്ഗായത് ഞാനും ഇറങ്ങി. എല്ലാരും ഇറങ്ങിയ ഇറങ്ങുവാണോ? അല്ല നമ്മള് കയറിയില്ല, സ്റ്റാർട്ട് ആവില്ലല്ലോ. നീ എന്തിനാ ഇറങ്ങാൻ പോയാടാ? കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ എനിക്ക് പോകുന്നത്. ആയില്ല. ബട്ട് ഞാൻ നിങ്ങളുടെ മാച്ചിൽ ആടാ അമ്മക്കായി. നീ ഇറങ്ങണ്ടേ? എനിക്ക് എന്റെ മൊത്തം ബഗ്ഗായി ഗെയിം. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിം ഇങ്ങനെ ലോഡ് ആവും അത് ഓടിക്കൊണ്ടിരിക്കും. ഇവിടെ എന്തോ ചെയ്തിട്ടുള്ളതാണ്ടാ. ഞാനും ആരുമായിട്ട് ഇതേതാ ഇൻഫെക്റ്റഡ്? നോർമൽ മറ്റല്ലേ? അണ്ണോ നേരത്തെ ബുള്ളറ്റ് തന്നെയല്ലേ ഇട്ടേക്കുന്നേ? അത് കറക്റ്റ് ആയിരുന്നു. എവിടെ കയറി നിൽക്കും? കുറച്ച് റിസ്കിയാണ്. അതാരത് മാമ? എന്തരാണ്? കുറച്ച് റിസ്കിയാണ്. ആറാവുമ്പോ ലൈവ് വരണം പറഞ്ഞേക്ക് എല്ലാരോടും. സമയത്രടാ? സമയം 10 മണി. കയ്യിലൊക്കെ ഇട്ട് തിരിച്ചു വരച്ചാലോ? ഞാനാണ് ഹണ്ടർ അല്ലേ? ഞാൻ വിചാരിച്ചു ഞാനാന്ന് വിചാരിച്ചു. ഇവിടെ സ്ഥലമില്ലടാ വിളിക്കാനായിട്ട്. വരയ്ക്കാൻ ഒരുപാട് നേരം എടുക്കുമല്ലോ. ആ സ്ഥലം വേണ്ട. ഇഷ്ടം അമ്പട കള്ള സണ്ണിക്കുട്ട ജോഡി മാമന്റെ വരയാണ് വര. എനിക്ക് സ്ഥലമില്ലടാ. കൊച്ചിറകനെ കളയണം കേട്ടോ. കൊച്ചിറകനെ അലക്സ് അതെന്താണ്? എന്താണത്? സ്റ്റാർട്ടാവോ? ആ സെറ്റ് എനിക്ക് കിട്ടി. വാറ്റണ്ണന് അത് പ്ലക്കുള്ളതാണ്ടാ. ഈ കളർ അല്ല അവിടെ ഉള്ളത്. അത് എന്താണ് ഇങ്ങനെ? അതെ ഞാനും ഈ കളർ ആ കളർ വാറ്റണ്ണ ഇപ്പൊ എവിടെയാ നിക്കുന്നേ? എന്ത് ഇങ്ങനെ? ഇല്ല എന്റെ വാറ്റണ്ണ വേറെ എന്തോ രീതിയിലാ നിക്കുന്നത്. അത് ഞാൻ പറയാൻ പറ്റില്ല. ഇവിടെ എന്റെ സ്പെക്കിലും വാറ്റണ്ണ സ്ട്രീമില് വേറെ ആണാ? ഇനി അവൻ കാണുന്നത് ഇതേപോലെയാണോ എന്തോ? ഇല്ല വേണ്ട വേറെന്തേലുണ്ടാ എന്റെ ബഗ് അല്ലായിരിക്കും മാറ്റാൻ പറ്റുന്നത്. ഇത് ട്രൈ ചെയ്തോക്കാം. ചിലപ്പോ പൊക്കിയില്ലെങ്കില സീനായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കളി. എല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്നാണല്ലോ. എന്തോ ഉടായിപ്പാണ് കേട്ടാ. ഇല്ലെണ്ണോ ഞാൻ വേറെന്തോ ആണ്. കരയാതടാ നീ ഇങ്ങനെ. എന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. ഇത് കണ്ടുപിടിക്കും. ഞങ്ങൾ വരുമ്പോ എന്നെ ഒരു വിസിൽ അടിക്കണം എല്ലാരും. അല്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അടിക്കാൻ. എന്തായാലും തൂക്കും. വിസിൽ സ്പാം ചെയ്യാൻ ബ്രോ. കണ്ടുപിടിക്കും. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ മൂഞ്ചി പോയി. എന്തോട്ടെ ഒരിക്കൽ പിക്ക് ചെയ്ത കളറിലല്ലോ പിന്നെ വരുന്നേ. ഓക്കെ. വേറെ വീസി പോവാറില്ല. വേറെ വീസിലോട്ട് കിണ്ടിയിട്. അതാരെന്റെ കൂടെ വന്നപ്പോ തന്നെ വിസിൽ അടിച്ചില്ല. ഹലോ ഗോകു കേക്കാമോ? ഗോകു ഇത് പെട്ടെന്ന് പിടിക്കൂടാ. കഴിഞ്ഞ കളിയെ അപ്പി
ഈ കളി കക്കൂസ് വാഷ്. കളി കക്കൂസ് വാഷ്. ആ. നിന്റെ ഇതാണല്ലേ ഞാൻ നോക്കാം ഇതൊന്നും നോക്കട്ടെ. ഒട്ടും കാണൂലല്ലോ അല്ലേ. അയ്യോ ജുഗ്രുവിനൊക്കെ നോക്കളിയാ, ജുഗ്രുവിനെ കണ്ടുപിടിക്കില്ലടാ. അലക്സേ എടാ നിന്നെ എനിക്ക് പോലും കണ്ടുപിടാ. ഇവ ഒളിച്ചിരിക്കുന്ന അലക്സ് കള്ളൻ. അല്ലടാ അല്ലല്ല, കണ്ടുപിടിക്കാ. അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ചൂടെ ചുഗുരു അത് കൊള്ളാം ചൂടെ അത് കൊള്ളാം. അളിയ സെറ്റ് ഉണ്ട്. ചുഗുരു നിന്റെ സെറ്റാണ്. ആറ്റണ്ണ ആദ്യമേ തൂക്കി. എന്റെ മത്തങ്ങ കൊണ്ടുപോയി. എടി ഞാനാണോ അല്ലല്ല നോക്കില്ല ഇത്ര ആത്മാർത്ഥത മിസിലിന്. കിഴപ്പയാനാ ആ ജോക്കി ഇത് കൊള്ളാലേ. ഞാൻ മൊബൈലിനെ പിടിച്ചാലും കുഴപ്പമില്ല. ഞാൻ ബുള്ളി ചെയ്തത്. ഞാൻ സ്പാമിങ് വിസിൽ. ജുഗുറൊക്കെ ശരിയായ വരാം. നീ ഒളിച്ചിരിക്കാണോ നീലേ? അല്ല സമയം കിട്ടി. എടി ജൂഡ് എവിടാ? അടുത്ത ആളിനെ എങ്ങനെയാ കാണുന്നത്? ഓ മൗസ് വെച്ചാണല്ലേ. വേറെ ഒന്നും ഇതിനകത്ത് ഒളിക്കാൻ കിട്ടിയില്ലടോ. മിസ് അടിക്കോ? വേറെ മിസ് അടിക്കോ? നമ്മളെ കറങ്ങിക്കോണ്ടിരിക്കും. 5 പേരോളം വിസിൽ അടിയടാ. ജോണി മാമ ഒരു വിസിൽ അടി സ്പാമോ എന്തായാലും ചെയ്യോ. ഇവിടെ കറങ്ങുന്നു എന്നെ. നമ്മളിപ്പോ തൂക്കും. പഠിക്കില്ലേ എന്നെ അവര് തൂക്കുന്നത്. Guys, 30k, 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 let's go, 30k, 30k, let's go, 30k. അങ്ങനെ നമ്മൾ 30k ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് എല്ലാരും ചാറ്റ് തീട്ട് തിരക്കി. താങ്ക് യു സോ മച്ച് ഗൈസ്, ലവ് യു. നമ്മൾ 1 മന്തില് നമ്മൾ അങ്ങനെ 30k അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 30k 1 മന്ത് അല്ല 2 മന്ത്. മറന്നു കേട്ടോ. ഇത് എത്ര സ്പീഡിനാണ് ഇതൊക്കെ പോണത്. 2 മന്ത് പോയത് അറിഞ്ഞില്ല. 2 മാസം. എന്താ ചെയ്യുന്നത്? എന്തോടാ ഒളിച്ചിരിക്കാൻ കളിക്കുവാന്നോ? തീട്ടോല്ലടാ, തീയിട്ട് നിറയ്ക്കാനാടാ പറഞ്ഞത്. ഞാൻ വരച്ചോണ്ടിരുന്ന കളർ ശരിയായില്ല, ഞാൻ ഇറങ്ങി പോകും. അന്തു താങ്ക്സ് സോ മച്ച്. പിന്നെ അല്ല ലവ് യു. നിങ്ങൾക്കൊക്കെ എൻ്റെ ലൈവ് എന്നെ ഫോളോ ചെയ്ത എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കാവൂ. ഇനി ഈ വർഷം കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫെല്ലാം നന്നായി വരും. നിങ്ങൾ വിചാരിച്ച ആ ഒരു ലെവലിൽ നിങ്ങളെത്തും. എനിക്ക് ഈ മാപ്പിനകത്ത് ഒളിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ബ്രാവോ വിളിച്ച് സമയം കിട്ടിയില്ല. അത്രേ ഉള്ളൂ. ഞാനല്ലേ? അയ്യോ ഒരു കളിയും കൂടെ കളിക്കണേ. നിങ്ങളെ കാരണമാണ് എന്റെ ലൈഫ് ഇപ്പൊ സന്തോഷമായി തുടങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ്ടേ? അതാണ് അത്രേ ഉള്ളൂ. എനിക്ക് പോയിന്റ് അലക്സും ഒക്കെ ഉണ്ടല്ലോ. എടാ ഇങ്ങനെ കളിക്കല്ലേ, ഭയങ്കര അല്ല സ്റ്റീവ് ഇതിന്റെ അകത്തുണ്ടാ? ഇല്ലല്ലോ. ചേട്ടാ ഞാൻ വരച്ചോണ്ടിരുന്നത് അവിടെ പറ്റിയില്ല, ഞാൻ ഇങ്ങനെ മാറിയതാ. ണ്ടാ? ഇല്ലല്ലോ. ഇതൊരു സാധാരണ തട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് പോലും പറഞ്ഞില്ല. നീലേ എടാ എന്റെ നാക്ക് കണ്ട അപ്പൊ ഫലിക്കും. നിങ്ങളൊക്കെ രക്ഷപ്പെട്ട്. ഞാൻ മത്തങ്ങായിരുന്നള്ളിയാ എന്നെ കണ്ടുപിടിച്ചായിരുന്നല്ലേ. അലക്സ പുള്ളിയടാ എടാ ചോണിപ്പാപ്പ ഇതിന് പിറകിലായിരുന്ന. അതിന്റെ പുറകെ കയറാൻ പറ്റൂലേ? മനസ്സിലാവുള്ളൂ. നിങ്ങൾ അവരുടെ അടുത്തേക്ക് വരുത്താൻ നോക്കിക്കണം, എന്നാലാണ് ഇത് ആകത്തുള്ളൂ. നിങ്ങൾ ആദ്യം വന്ന് വീണത് ജോണി ബാബുനെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ വീണത്. സ്റ്റീൽ പ്ലേറ്റ്സ് ആണോ?
അളിയ എന്റെ മത്തങ്ങ കണ്ടോ അളിയ ആ എയും ബി ഒക്കെ സ്റ്റീൽ പ്ലേറ്റ്സ് ആണോ? എന്താണ് ഇത് കടത്തിരിക്കുന്നത്? പക്ഷെ ജുഗ്രു കൊള്ളായിരുന്നു കേട്ടോടാ. ജോണി എന്നെ അടിച്ചിട്ട് അടി കൊള്ളണില്ലായിരുന്നു എന്റെ മത്തങ്ങ കുറച്ച് സൈസ് കൂടി പോയിട്ടാ. ഇത് എന്താണ് ഇത് ഫുൾ ഇരുട്ടാണ് ഒന്നും കാണുന്നില്ല.